ഹായ്, നമുക്കൊരു അടിപൊളി ഏട്ടക്കുരു കറി ഉണ്ടാക്കിയാലോ. ഷാപ്പിലെ കറീനെയൊക്കെ തോൽപ്പിക്കുന്ന രീതിയിൽ. അതിനാവശ്യമായൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ചതച്ച ഉള്ളി ഇടുക, അരിഞ്ഞു വെച്ച സവാള ഇടുക, അതിലേക്ക് പച്ചമുളകും വേപ്പില ഇടുക, അതിലേക്ക് ചതച്ച വെളുത്തുള്ളി ഇഞ്ചി ഇടുക, അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇടുക. മല്ലിപ്പൊടി, മുളക് പൊടി, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുടംപുളിയുടെ വെള്ളം ഒഴിക്കുക. കുടംപുളി വേവിച്ച വെള്ളമാണ്, ഉപ്പിട്ട് വേവിച്ചതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് വെക്കണം. ആ നേരം കൊണ്ട് നമുക്ക് മീൻ പെട്ടെന്ന് വൃത്തിയാക്കാൻ വിനാഗിരി കൊണ്ട് കഴിയാൻ മതി, പെട്ടെന്ന് വൃത്തിയാവും. ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഇട്ടതിന് ശേഷം അതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില എല്ലാം ഇട്ട് കൊടുക്കണം. ചതച്ചിട്ട് അതൊന്ന് പൊരിഞ്ഞ് വരുമ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് സോട്ട് ചെയ്യണം, നന്നായിട്ട് തന്നെ സോട്ട് ചെയ്യണം. അതിൻ്റെ പച്ചമണമെല്ലാം മാറണം. ഇത് വേണേൽ അവസാനം ഇട്ടാലും മതി, ആദ്യം ഇടുന്നതാണ് ടേസ്റ്റ്. അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ഇതുപോലെ കുറുക്കണം. അത് കഴിഞ്ഞിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ മിശ്രിതം അതിൻ്റെ അകത്തേക്ക് ഇടണം. ആ ബൗൾ കഴുകിയ വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് അതൊന്ന് ഇളക്കി കൂട്ടുക. നന്നായിട്ട് ഇളക്കി കൂട്ടിയതിന് ശേഷം ഒന്ന് മൂടി വെക്കുക. 2 മിനിറ്റ് അത് ചെറിയ സ്ലോ തീയിലിരിക്കണം. അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടുക. വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. ഒന്നും കൂടി അത് വേകട്ടെ. നന്നായിട്ട് ഇളക്കി കൂട്ടുക. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ എണ്ണയൊക്കെ തെളിയണം. ഒന്നും കൂടി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുടംപുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുടംപുളിയും വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഉപ്പിൽ വേവിച്ച കുടംപുളിയാണ്. വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് തിളപ്പിക്കണം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ടിട്ട് മീനെല്ലാവരും നല്ല ചാറിൽ മുങ്ങുന്ന രീതിയിൽ വേണം ഇടണം. ഈ ചാറെല്ലാം പറ്റും. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ടൊരു 7 മിനിറ്റ് കഴിയുമ്പം നമുക്കിതുപോലെ മീനെല്ലാം പറ്റി ആ ചാറെല്ലാം ഒന്ന് മേളിലേക്കൊന്ന് കോരി ഒഴിക്കണം. ഒന്നും കൂടി ഇരുന്ന് ഒന്ന് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. അതിനുശേഷം മല്ലിപ്പൊടി, വേപ്പില, ഉള്ളി, വെളിച്ചെണ്ണ എല്ലാം ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് 2 മിനിറ്റും കൂടി ഇതിനെ വേവിക്കണം. അപ്പോഴത്തേക്കും കറി നല്ല ടേസ്റ്റ് ആവും. ഒന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് കറിയെല്ലാം പറ്റി നല്ല റെഡിയായി. എണ്ണയെല്ലാം തെളിഞ്ഞ് മേലിൽ വന്നിട്ടുണ്ട്. ഇത് ഒരു വട്ടമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യണം. കപ്പയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെറുതെ പറയണമല്ല, അത്ര ടേസ്റ്റാണ് ഇത്.